ഞാനും ഈ ഹൂക്കുമായിട്ട് കുറേ ബന്ധമുണ്ട്. അത്ര കൊല്ലം പഴക്കമുണ്ട് ഇതിന്. 10-15 കൊല്ലമായിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ക്രോക്കറ്റിൻ്റെ അത് പഠിച്ചതും ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ഇതിനെ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു പിടുത്തവും പിന്നെ ഒരു നൂലിനൊരു വലിച്ചലെല്ലാം കാണുന്നുണ്ട്. എന്നാലും എനിക്ക് ഇത് കളയാനൊരു മനസ്സില്ല. പല സൈസും ഉണ്ട് എൻ്റെ കൈമേൽ. എന്നാൽ ഇതിനെ കൊണ്ട് തന്നെയാണ് ഞാൻ അധികം ചെയ്യൽ. നമ്മൾ ക്രോക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ ആകെ 4 സംഭവമേ ഉള്ളൂ. അതിനെ കൊണ്ട് തന്നെയാണ് പല സൈസും പല മോഡലെല്ലാം ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച്, ഡബിൾ സ്റ്റിച്ച്, സിംഗിൾ സ്റ്റിച്ച്, ട്രിപ്പിൾ സ്റ്റിച്ച്. ഈ 4 എണ്ണത്തിനെ കൊണ്ടാണ് നമ്മൾ പല സൈസ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അധികം നമ്മൾ ടോയ്സിലുണ്ടാക്കുന്നത് സിംഗിൾ സ്റ്റിച്ചിനെ കൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു നൂലിനെ കൊണ്ട് നിങ്ങൾക്കൊരു ഫ്ലവർ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് അങ്ങനെ തുന്നുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര ടഫായിട്ട് തോന്നും. പഠിച്ചു കഴിഞ്ഞാലാണെങ്കിൽ നല്ല ഈസി ആയിട്ടുണ്ടാവും. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻജോയ് ചെയ്യാൻ ഇത് നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ലഹരി പിടിച്ച അവസ്ഥയാണ് ഇത് ചെയ്യുമ്പോൾ. ഇതിന്ന് ഇറങ്ങാൻ തോന്നില്ല. ഇതാണ് എൻ്റെ ഫ്ലവറിൻ്റെ ലാസ്റ്റ് ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റിൽ പറയണേ.